ഹലോ, ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ട, അപ്പോൾ മസാല ദോശ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഡലിയൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഒരു 2-3 ഉരുളക്കിഴങ്ങൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് മസാല ദോശയും പിന്നെ കുറച്ച് സാദാ ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് കുറച്ച് ഒരു 5-6 മസാല ദോശ മാത്രം ചുട്ട് കൊടുത്തു കേട്ടോ. ബാക്കി സാദാ ദോശയും പിന്നെ തക്കാളി ചട്നിയും ഉണ്ടാക്കിയത്. പക്ഷേ തക്കാളി ചട്നീൻ്റെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആ തക്കാളീൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇത് എന്താ പറയുക, വലിയൊരു ഇഷ്ടമേ സാദാ ദോശ തന്നെയാണ് എനിക്കിഷ്ടം. നമ്മൾ ഈ മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര പൂതിയുള്ള സാധനമായിരിക്കില്ലേ മസാല ദോശ എന്ന്. പക്ഷേ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ക്രാവിങ്സും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്താ ഇങ്ങനെ, പക്ഷേ ഒന്നിനോടൊരു ഇതിൽ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഉണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും മല്ലിച്ചപ്പും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാണ് കേട്ടോ. ഇതപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അങ്ങനെ ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു വിസിലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഏത് റൈസായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ വൈറ്റ് ആയാലും ആ ഒരു ചുവപ്പ് കളറുള്ള റൈസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മന്തി നമ്മൾ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം വെക്കുമ്പോൾ പിന്നെ അതിലേക്ക് ലേശം ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കാരണം വെച്ചാൽ ആ അരി തമ്മിലൊരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഊറ്റിയത് ഒരു 95%, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി ഒരു അനക്കം വേഗം ബാക്കി ഉണ്ടാവില്ല, അപ്പോഴാണ് നമ്മളിത് ഊറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുക്കറിലിട്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചത് അധികമായി കേട്ടോ. എന്നാലും പ്രശ്നമില്ല, അവിടെ കിടന്ന് വറ്റിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ ചോറിട്ടെടുത്ത് ജസ്റ്റ് ഒന്നൊരു ദമ്മിടണ അരി ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദമ്മിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ പൊരിച്ചതിനേക്കാൾ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ചിക്കൻ്റെ ആ ഒരു ചാറൊക്കെ ഇറങ്ങി നല്ലൊരു ഇതായിരിക്കും. മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വേറെ മസാലകളൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു കുറച്ചൊരു ഗ്രേവി ആയിട്ട് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ മയോണൈസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഇവിടെ ചെറിയ ഒരു ഗസ്റ്റ് വന്ന് പിന്നെ വേഗം എന്താ പറയുക, പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഗസ്റ്റ് എന്ന് വന്നാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പെട്ടെന്ന് വരുന്ന ഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ വേഗം അവയ്ക്ക് ഫുഡിൻ്റെ സമയം ഉച്ചക്ക് ചോറിൻ്റെ ആ ഒരു സമയത്താണ് വരണത് വെച്ചാൽ നമ്മളത് കൊടുക്കാനല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. മന്തിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിന്. ലേശം ഒരു ഓയിൽ കൂടിയെന്നില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ ലേശം നമ്മൾ ദമ്മിടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടുമല്ലോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിന്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒന്ന് പറ.